ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ, താങ്ക് യു. Praise God. Pastor, I got a testimony just before sister is here. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രാർത്ഥിച്ചില്ലേ, ഒരു അരിസോണയിൽ നിന്ന് ഒരു സിസ്റ്റർ നവോമി എന്ന് പറഞ്ഞ, അപ്പൊ അവര് ക്യാൻസർ പോയില്ലോ എന്നറിയാനുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള അതിനുള്ള ക്രമീകരണങ്ങൾ നോക്കും, അതിനുള്ള ക്രമീകരണം ചെയ്യാൻ നോക്കും. മനസ്സിലായോ? ഓക്കെ പാസ്റ്റർ, ടെസ്റ്റിന് വേണ്ടി പോകണം അല്ലേ? ടെസ്റ്റിന് വേണ്ടി പോകണം, അതിന് വേണ്ടി നോക്കുവാണ്. Okay, very good. I just translated that you are looking for get your test done in the name of Jesus. Okay, Pastor, നല്ലൊരു ന്യൂസ് ആണ് പാസ്റ്റർ. ദൈവം ഒരു കൺഫർമേഷൻ ദൈവം കൊടുക്കുന്നല്ല, അല്ല എപ്പോഴും ഒരു മെഡിക്കൽ കൺഫർമേഷൻ എപ്പോഴും നല്ലതാണ്. ഐ മീൻ it's all good when we have a medical confirmation to our prayer answer. It's always good to have the test and medicine confirm what we believe. It's always good. നമ്മുടെ ഡോക്ടേഴ്സിനെയും കൗൺസിലേഴ്സിനെയും ഒക്കെ ആണ് ദൈവമാണ് നിയമിച്ചിരിക്കുന്നത്. Even doctors and counselors, these are all people appointed by God himself. മരുന്നിലൂടെയും ദൈവം പ്രവർത്തിക്കും. God works through medicine. God heals through medicine. അതുകൊണ്ട് നമുക്കതൊന്നും റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ആ ക്രമപ്രകാരം ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. There is no need to reject medicine or anything, or there's no need to bypass any testing or confirmation to see whether you're well or not. നമ്മൾ പലപ്പോഴും എങ്ങനെ പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഞാൻ പോകാൻ പാടുന്ന തെറ്റിദ്ധാരണയിൽ പ്രസംഗിക്കാറുണ്ട് പലരും. So in some places people will preach, if you are healed from God, don't go see a doctor, don't take medicine. Some people preach like that. You don't have to do that. മഴ വരുമെന്ന് നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിച്ച് മഴ വരത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മഴയെ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷെ ഒരു കുട നമ്മൾ കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തെ ബാധിക്കുന്നില്ല. Even if you have prayed, oh Lord, let it not rain, and we believe the rain is not there, but even if you carry an umbrella with you, it's not that you're doing. Hallelujah. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. Yeah, I understand. I hope that you're understanding what I'm trying to convey. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ക്ഷണിച്ചാൽ. Please, once again, wherever you are, be in Canada or Pennsylvania, wherever you are, please invite the Holy Spirit. Just say, Holy Spirit, say, Holy Spirit, I welcome you. Holy Spirit, I welcome you. Just say, Holy Spirit, I welcome you. In the name of Jesus. Wherever you are, just say, Holy Spirit, I welcome you. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവേകാണ് സ്വാഗതം. അവിടെ വന്നിരിക്കുന്നതിനാണ് നന്ദി പറയുന്നു. I thank you, Holy Spirit, because you have come here. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ എന്റെ ബോഡി ഇങ്ങനെ ഷിവർ ചെയ്യാണ്. പരിശുദ്ധാത്മാവ് അവിടെ എത്തിയിട്ടുണ്ട്. Because I can feel that presence, the tangible presence of the Holy Spirit. I can feel the Holy Spirit manifest on me. Thank you, Holy Spirit. കഴിഞ്ഞ ആഴ്ചയിൽ യേശു ഇങ്ങനെ ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കും. യേശു പറഞ്ഞു, ഞാൻ വാതിക്കലെത്തിയിരിക്കുന്നു. When I woke up last week, 3 days ago to pray, I heard the Lord Jesus speak to me. I am at the door. I am standing at the door. I have come to the door. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒന്ന്, വാതിൽ തുറന്നു കൊടുക്കുവാൻ ആരും ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. വാതിൽ കൊടുത്താൽ യേശു അകത്ത് പ്രവേശിക്കും. ഒന്ന് സഭയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കണം. 2 നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഭവനത്തിലെല്ലാം കർത്താവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവ് അകത്ത് പ്രവേശിക്കും. First thing is that the Lord is come to the church about his second coming. Second, personally to us, he is at the door. If you open the door of our heart, Jesus wants to come to us, our family, and speak to us. So these are the 2 meanings. And first, the second coming is his second coming is imminent. Second, he's standing outside our own life, our own heart, willing to speak to us. So open our hearts to him to come into us and all. രണ്ടാമത് എനിക്ക് മനസ്സിലാവുന്നത് ചർച്ച ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ല കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യാൻ. രണ്ടാമത്തെ വരവിനായിട്ട് റെഡി ആയിട്ടില്ല. He's standing outside the door because the church is, to tell you the truth, I believe the church is not ready to receive the name of the Lord. We are just living our life as it is, but we are not ready for the second coming of Jesus.
കർത്താവ് വാതിക്കൽ നിൽക്കുകയാണ്, ഏത് സമയത്തും വരും. നമ്മൾ റെഡിയാകണം, നമ്മൾ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യണം. ഏത് സമയത്തും വരുവാൻ ഒരാളുടെ വാതിലിന്റെ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ, അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ കർത്താവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. So if he's standing right outside our door, please, he's just opening a door and invite him. So just have the heart and attitude to invite him into our life. ഞാനിന്ന് അല്പസമയം ദിവസനതയിൽ കർത്താവിനോട് ചോദിച്ചപ്പോഴത്തെ പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരണമെന്ന് കർത്താവ് പറഞ്ഞത്. ഞാൻ അല്പസമയം ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുന്നേ അല്പസമയം ഒന്ന് ഞാൻ ദിവസനതയിൽ ഇരിക്കുവാനിടയായി. അപ്പോൾ ഞാൻ ചോദിച്ച കർത്താവെ, ഇന്ന് ഇവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ തന്നത് പരിശുദ്ധാത്മാവ് ആരാണ്, ഹൂ ഇസ് ദ ഹോളി സ്പിരിറ്റ്, അതിനെപ്പറ്റി ഒന്ന് പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. When I asked the Lord, what should I speak in ministry here? And he said, please tell me who the Holy Spirit is. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിനെപ്പറ്റി അല്പം ഒന്ന് ചിന്തിക്കുക. എനിക്കറിയത്തില്ല മുഴുവൻ പറയാൻ പറ്റുമെന്നെങ്കിലും ചില പോയിന്റ്സുകൾ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. I don't think I have time to speak about the Holy Spirit in depth, but 3-4 points I would like to speak on the Holy Spirit. ആരാണ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാണ്, അതാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. Who is the Holy Spirit? That is what we are going to look at. We want to know who is the Holy Spirit. ആദ്യം പോയിന്റ്സുകൾ മാത്രം ഒന്ന് പറയാം. The Holy Spirit is the third person of the Godhead. To start off, we all know the Holy Spirit is the third person of the Holy Spirit. The Trinity. The Holy Spirit is a personal. രണ്ടാമത് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമാണ്. He is personal to us. മൂന്ന്, he can be grieved. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ he intercedes. That's the thing. The next thing is Romans 8:26 says the Holy Spirit നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് വേണ്ടി ഇടനിലനിന്നും പ്രാർത്ഥിക്കും. അടുത്തൊരു പോയിന്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റും, മേക്സ് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം തീരുമാനം. മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കംഫോർട്സ് ആൻഡ് കൗൺസിൽസ്. പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും ഈ പരിശുദ്ധാത്മാവ് ആലോചന തരും. Jesus comforts his disciples. യേശു ശിഷ്യന്മാരെ ആശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും. അടുത്തൊരു വിഷയമാണ് ജീസസ് പ്രോമിസസ് ദ ഹോളി സ്പിരിറ്റ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനമായിട്ട് പറഞ്ഞിട്ടാ പോയത്. അടുത്തൊരു വിഷയമാണ് the spirit appoints specific people to specific task. പരിശുദ്ധാത്മ ഓരോ വ്യക്തിക്കും അവരവര് ചെയ്യേണ്ട ജോലിയും അതിനുള്ള കാര്യപ്രാപ്തിയും ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവ് പകരും. അടുത്തൊരു വിഷയമാണ് the Holy Spirit is a divine. അടുത്ത പരിശുദ്ധാത്മാവ് ദൈവമാണ്. അടുത്തൊരു വിഷയം to the Holy Spirit is a lying to God. അതായത് പരിശുദ്ധാത്മാവിനെതിരെ നുണ പറയുന്നു. The Holy Spirit is God himself. In Acts chapter 5 we see they telling lies to God himself when they lie to the Holy Spirit. അടുത്തൊരു വിഷയമാണ് the Holy Spirit possesses the characteristics of God. അതായത് he is omnipresent. പരിശുദ്ധാത്മാവ് സകല വ്യാപിയാണ്. He is omniscient. പരിശുദ്ധാത്മാവ് സകല ജ്ഞാനിയാണ്. He is eternal. പരിശുദ്ധാത്മാവ് എന്നേക്കുമുള്ളവനാണ്. പരിശുദ്ധാത്മാവ് reveal the deep things of God. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളുള്ളത് വെളിപ്പെടുത്തി തരും. So he is seen the Great Commission. The Holy Spirit is as much God as the Father and Son as seen the Great Commission. ഈ കമ്മീഷൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യാൻ പറയുന്നവന് പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനെ പോലെ തന്നെ ദൈവവുമാണ്. The God, the Holy Spirit is to be obeyed, released, relied on, worshipped and trust. അതായത്
എന്താ പറയുക, പിതാവിനെയും പുത്രനെയും പോലെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. വിശ്വാസികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുമെന്ന് യേശു പറയാനിടയായി. We have to rely, trust, and follow the Holy Spirit as much as we do with the Father and the Son, because we are asked to baptize in the name of the Father, Son, and the Holy Spirit. So the Holy Spirit is co-equal with the Father, co-equal with the Son. He forms the third person of the Trinity. The Holy Spirit is active. പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും ചലിച്ചുകൊണ്ടേയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് സാന്റിഫിക്കേഷൻ പ്രോസസ് ഓഫ് ബിലീവേഴ്സ്. പരിശുദ്ധാത്മാവ് നമ്മുടെ വിശുദ്ധീകരണത്തിൽ എപ്പോഴും സദാസമയം സഹായിച്ചുകൊണ്ടിരിക്കും. Holy Spirit is one who helps in our sanctification. Holy Spirit is also active among unbelievers. വിശുദ്ധാത്മാവ് വിശ്വാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. the unbelievers. Yeah. So the Holy Spirit also give believers wisdom. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് ജ്ഞാനം തരും. ഹല്ലേലൂയ. ഒരുപാട് പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വചനത്തിൽ ഇങ്ങനെ കടല പോലെ കടക്കുകയാണ്. The knowledge and revelation of the Holy Spirit is so exhaustive. It's as deep as the ocean. It's deeper than the ocean. So there's no shortage on the revelation of the Holy Spirit. പരിശുദ്ധാത്മാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഗോഡ്, ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. To answer the question, who is the Holy Spirit? The simplest answer is Holy Spirit is God himself. ഈ ബില്ലിഹാമിന്റെ മോള് പറഞ്ഞു പരിശുദ്ധാത്മാവ് സ്കിൻലെസ് ജീസസ് ആണെന്ന് പറഞ്ഞത്. Anne Graham Lotz, the daughter of Billy Graham, said, Holy Spirit is Jesus without skin or without flesh. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ യേശു തന്നെയാണ്, പക്ഷെ സ്കിൻ ഇല്ല. The Holy Spirit represents Jesus. He without a form or flesh of skin of Jesus, the Holy Spirit is representing Jesus. പരിശുദ്ധാത്മാവ് അൺലിമിറ്റഡ് ആണ് ഭൂമിയിൽ, നമുക്ക് ലിമിറ്റഡ് ഇല്ലാത്തതാണ്. The Holy Spirit is infinite. There is no measuring, there is no limit to the Holy Spirit. അപ്പോൾ അനേക ക്രിസ്ത്യാനികൾ വിശ്വാസികളെ പിതാവിനെയും പുത്രനെയും അറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അറിയുന്ന കാര്യത്തിൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാറില്ല. Somehow we regress or we don't pursue the knowledge of the Holy Spirit as most of the Christian church. We follow the Father and the Son, and we don't spend enough time in knowing and relating to the Holy Spirit. Our connection is to the Father and the Son. അനേക ചർച്ചകൾ പിതാവിനെയും പുത്രനെയും അറിയുന്നു, അവർ വചനം പറയുന്നു, വചനം പഠിപ്പിക്കുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. Most churches, they proclaim the Father, lift up Jesus, and but they give no importance. They kind of negate or relegate the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു. So there is ignorance on the teachings about the Holy Spirit. So there are so many misunderstandings or lack of knowledge about the reality and the truth of the Holy Spirit. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് പിശാച് അല്ലെങ്കിൽ അതിലൂടെ ഒത്തിരി എന്താ പറയുന്നത് ഡ്രാമ എന്നതിന് പറയുന്നത് പിശാചിന്റെ ആത്മാവ് ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഇയാൾ. The Holy Spirit is a spirit and the devil is a spirit. So the devil counterfeits a lot of the things of the Holy Spirit. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അശുദ്ധാത്മാവാണ്. The Holy Spirit is counterfeited most by unclean spirits. അതുകൊണ്ടാണ് ഒരുപാട് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുന്നത്. That is why you see a lot of false prophets, false teachers, because they try to fake and imitate and counterfeit the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഇമിറ്റേഷൻസ് മീൻസ് അന്യഭാഷകളൊക്കെ ഒരുപാട് എന്താ പറയുക ഡ്രാമ എന്തിനു പറയുന്ന മനുഷ്യമായി പറയുന്നവരുണ്ട്. People imitate the Holy Spirit, fake it, and they do dramas, they do act and counterfeit even tongues or whatever the Holy Spirit does. That's a lot of things are done in the. ഈ അന്ത്യകാലത്ത് നമുക്കറിയാം ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, ഹിന്ദുസ് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്,
ദൈവമക്കളായ നമ്മളും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. In these last days, there is no shortage of miracles. Leaders do the miracles, Muslims do miracles, Jews do miracles. There is no shortage of signs and wonders. ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മുസ്ലിംസ് വയർ കീറാതെ അവരുടെ കരം ഈ രോഗിയുടെ വയറ്റിലിട്ടിട്ട് വയറ്റിൽ നിന്ന് ക്യാൻസറുകളൊക്കെ എന്താണ് പറിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ടി വിയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, മാജിക്കിലൂടെ, അവരുടെ ദൈവത്തിലൂടെ. I've seen the Islamic witchcraft where the hand will go into the stomach of a person and pull out the cancer tumor. The Islamic people doing by the power of Islamic witchcraft, without cutting open the stomach or anything, their hand will go and lift out and pull out the cancer tumors. വയറിനകത്ത് ഒരു സ്റ്റിച്ചിന്റെ പാട് പോലുമില്ല, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെയാണ് അവർ വയറിനകത്തോട്ട് കൈയിട്ട് ആ ട്യൂമറിനെയും ക്യാൻസറിനെയും ഒക്കെ പിടിച്ചെടുത്ത് സൗഖ്യമാക്കുന്നത്. I've seen them without any surgery, any surgeon's knife, and no stitches, no sign of surgery. The tumor is pulled out with the hand. ഇന്ന് രാത്രി നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറണം. അവിടുന്ന് പരിശുദ്ധാത്മാവ് ഒരു നിഗൂഢമായ ശക്തിയല്ല. We have to remove our ignorance, our misconception, and false, incomplete knowledge of the Holy Spirit. Holy Spirit is not some source of some limited power or unlimited power. He's not. Let us clear the misconception. ഒരു വ്യക്തിത്വമില്ലാത്ത ഊർജമല്ല. Holy Spirit is not a source of energy with the personality or a person. അല്ലെങ്കിൽ അത്ഭുതകരമായ അടയാളങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു ശക്തിയല്ല. Holy Spirit is just not a source of power that shows some signs of power manifest. He's not just a source of power. ചില ഈ കരിസ്മാറ്റിക് ആരാധനകൾ കാണുന്നത് പോലെ സഭയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ്. It's not sometimes I see in Christian churches. It's not like there's some kind of noise you raise or some meetings where you don't have a control over some manifestations with control. That is not the Holy Spirit. ചില മിക്ക ചർച്ചകളിൽ നിന്നാണ് 2-3 പാട്ടുകൾ പാടി കാരങ്ങൾ അടിച്ച് ബഹളം വെച്ച് നല്ല തേച്ച് മിനുക്കിയിട്ട് ഡ്രസ്സ് തിരിച്ച് വരുമ്പോഴത്തെ കുളിച്ച് അവർ 5 മണിക്കൂർ അധ്വാനിച്ചു വരെ മടങ്ങി വരുന്ന ആരാധിക്കാൻ പോയിട്ട് വരുന്നത്. Sometimes when you see in churches, they'll sing 2-3 songs and they say they have got into the Spirit. They'll be clapping so loud and they'll look drenched and sweated, and we think they went to some hard labor. They have worked up the Spirit in the flesh. പണ്ടൊരാൾ പ്രസംഗിച്ചു പറഞ്ഞു, നിങ്ങൾ എക്സസൈസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല, ശക്തമായി ആരാധിച്ചാൽ മതി. അതിനർത്ഥം 1 മണിക്കൂർ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ 1000 കലോറി ബേൺ ആവും. So one guy was preaching, you don't have to do any exercise or any physical body exercise. You just come and shout and yell and call it worship, and that'll burn off all in possible carrots. അപ്പൊ അതൊന്നും അല്ല പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ ബൈബിൾ എന്തെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുകയും ചെയ്യണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവുമായിട്ട് ഇന്റിമസിയിൽ പരിശുദ്ധാത്മാവിനെ തന്നെ വ്യക്തമാക്കി തരണമെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന് മനസ്സിലാകത്തുള്ളൂ. All these things is what we see in the church is not the Holy Spirit. Our purpose should be to know the Holy Spirit, have a relationship with the Holy Spirit, and intimacy with the Holy Spirit. Let the Spirit himself reveal, and the Bible himself reveal who the Holy Spirit is. Our purpose is to know the Holy Spirit and to have an intimacy with the Holy Spirit. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ച് പരിശുദ്ധാത്മാവുമായി ഇന്റിമസിയിൽ വന്നെങ്കിലേ പരിശുദ്ധാത്മാവിനെ പറ്റി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അതിന്റെ റിവലേഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ, തരത്തുള്ളൂ. We have to sit with the Holy Spirit. We have to have an intimacy with the Holy Spirit. The Holy Spirit has to open the word and reveal himself, and we have to have a revelation with the Holy Spirit. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവരണം. When the moment you wake up, you say, Holy Spirit, welcome, good morning, Holy Spirit. Make sure you wake up to the Holy Spirit. Make sure he is present with you when you wake up. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിളിച്ചാൽ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം വരത്തില്ല. You have to understand he has certain characteristics. He will not come uninvited. So you have to have the habit of coming and making sure the Holy Spirit is there. He does not force himself on you. You have to say, Holy Spirit, I want you. Please come, Holy Spirit. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ വിളിച്ചാൽ ഹോളി സ്പിരിറ്റ് വരും. നിങ്ങൾ ജിമ്മിൽ പോയാൽ വിളിച്ചാൽ ഹോളി സ്പിരിറ്റ് വരും. നിങ്ങൾ കിച്ചനെ വിളിച്ചാൽ ഹോളി സ്പിരിറ്റ്, ബെഡ്റൂമിൽ വിളിച്ചാൽ വരും.
So you want to do some errands, chores, and you say, Holy Spirit, come with me, he will come. You want to cook something, come with. നിങ്ങളുടെ കാറിൽ വിളിച്ചാൽ ഹോളി സ്പിരിറ്റ് വരും. You're going to go to work or you're going to go for a ride, wherever you say, Holy Spirit, come with me to my ride, he will come. But the invitation has to be accepted. നിങ്ങളുടെ പാർട്ടിക്കോ നിങ്ങളുടെ എന്താ പറയുക ആൽക്കഹോളിക് പാർട്ടിക്കോ അല്ലെങ്കിൽ ഡിസ്കോയ്ക്കൊന്നും ഹോളി സ്പിരിറ്റ് വരത്തില്ല. You can invite him to their party, but he will not come to your alcoholic party or where you go to the club, he won't be there. But nothing of the worldly things he will show up. He's a holy. Because his name is holy and he is the spirit of holiness. ഞാൻ പറയുന്നത് the Holy Spirit is the third person of the Godhead. പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ആളാണ്. അപ്പം പരിശുദ്ധാത്മാവ് ദൈവത്വത്തിലെ മൂന്നാമത്തെ ഒരു ആളത്വമാണ്. The Holy Spirit, he is God himself. He is the third person of the Trinity. He is the third person of the Godhead. So പിതാവിനും പുത്രനും തുല്യമായ അതേ തുല്യത തന്നെയാണ് പരിശുദ്ധാത്മാവിനും. The Holy Spirit is co-equal with God. He's as much God as God the Father. He's as much God as God the Son. He has every quality and every glory of God the Father and God the Son. So കർത്താവും ജീവനും ജീവൻ നൽകുന്നവനുമാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is the spirit of life and is a giver of life. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാ പുറപ്പെടുന്നു. The Holy Spirit has proceeded from the Father and he has proceeded from the Son. പിതാവിനോടും പുത്രനോടും കൂടി ആരാധിക്കപ്പെടുവാൻ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരാൾ പരിശുദ്ധാത്മാവ്. മഹത്വപ്പെടുത്താം നമുക്ക് പരിശുദ്ധാത്മാവിനെ. We can worship the Father, we can worship the Son, and we can worship the Holy Spirit. We can glorify the Holy Spirit as much as we glorify the Father and Son. So പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചവനുമാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit has spoken to us through the prophets. He has revealed to us through the prophet. He speaks through us through the prophets. പരിശുദ്ധാത്മാവ് ആത്മാവാണ്. അതുകൊണ്ട് ഒരു ഭൗതികമായ ശരീരം നമുക്ക് കാണാൻ സാധ്യമല്ല. Because he is spirit by nature, therefore you cannot see a fleshy human form or a form, because he is spirit by nature. പരിശുദ്ധാത്മാവ് നമ്മൾ അഗ്നിയായിട്ട് കാണുന്നു, വെള്ളമായിട്ട് കാണും, പ്രാവായിട്ട് കാണും, കാറ്റായിട്ട് കാണും, പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. The glory of the Holy Spirit is revealed in a form that we can know, we can identify it. And he comes as a symbol. His symbol might be, he comes as fire, he might come as wind, he might come as oil, might come as water. So he might come as a dove. He can take many forms for us to quantify and to know. ഒരിക്കലും ഞാൻ പരിശുദ്ധാത്മാവ് നിന്നെ എനിക്കൊന്ന് കാണല്ലോ, പരിശുദ്ധാത്മാവ് അങ്ങനെ എനിക്ക് കാണല്ലോ എന്ന് കാണിക്കാൻ പറഞ്ഞു. So I spoke to the Holy Spirit. I said to the Holy Spirit, can you show yourself to me? I want to see you. എന്നെ കാണിച്ച കുറെ പ്രകാശത്തിന്റെ രശ്മികൾ കാണിച്ചു. And the Lord revealed himself, the Holy Spirit revealed himself as some rays of light. He showed himself as the rays of light. പരിശുദ്ധാത്മാവിന് എങ്ങനെയും രൂപങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. Holy Spirit can manifest in many forms as he sees fit. He can manifest in different forms. പരിശുദ്ധാത്മാവ് ഒരു പരിശുദ്ധനാണ്. Holy Spirit by definition is holy. His name is holy. പാപം ഇല്ലാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit knows no sin. There is no sin in and with the Holy Spirit. നമ്മൾ നേരത്തെ വായിച്ചു പറഞ്ഞതുപോലെ ഹോളി സ്പിരിറ്റ് ആസ് എ ഡിവൈൻ പേഴ്സൺ, അതായത് 1 കൊരിന്ത്യർ 2:10 മുതൽ 11 വരെ വായിക്കുമ്പോൾ കാണാം ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്, ഡിവൈൻ പേഴ്സണലാണ്. In First Corinthians, Paul writes in chapter 2, he reveals the realities of the Holy Spirit. നമുക്ക് ദൈവം തന്റെ ആത്മാവിനാലാണ് എല്ലാം വെളിപ്പെടുത്തി തരുന്നത്. All things are revealed to us by the Holy Spirit. Everything is revealed to us by the Holy Spirit. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊന്നും പിതാവാം ദൈവത്തെ കുറിച്ച് കാഴ്ചപ്പാട് കിട്ടത്തില്ല, റിവലേഷൻ കിട്ടത്തില്ല. പുത്രനാം ദൈവത്തെ കുറിച്ച് റിവലേഷൻ കിട്ടത്തില്ല. We will not get the revelation of the Father nor the Son without the Spirit of the Father, without the Spirit of the Son. It is the Spirit of the Father and the Son who reveals God the Father and God the Son. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്.
Paul writes in Corinthians that the Spirit searches the deep things of God. He knows the deep things of God and he searches and he reveals the deep things of God. നമുക്ക് ദൈവത്തിന്റെ ഹൃദയം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് പിതാവാം ദൈവത്തിന്റെ ഹൃദയമായിട്ട് അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ഹൃദയമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ ഹൃദയം അറിയാൻ പറ്റത്തുള്ളൂ. See, if you want to know the Spirit, if you want to know the heart of the Father or the Son, the Holy Spirit has to open and reveal the Father's heart, and the Holy Spirit has to reveal the Son's heart. ഈ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു തന്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ദൈവം ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. Amos chapter 3 says, the Lord will not do nothing without revealing to the servants, the prophet. But to know that revelation through the prophets, you have to know the Holy Spirit. ഈ മനുഷ്യനുള്ള അവന്റെ മാനുഷികാത്മാവല്ലാതെ മനുഷ്യരിൽ അവർ ആരറിയുന്ന പറയുന്നത്, അതായത് ദൈവത്തിലുള്ളതും ദൈവത്തിന്റെ ആത്മാവില്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് എല്ലാം ഗ്രഹിപ്പിച്ചു തരുന്നത്. But the Paul writes that no man knows the things of man except the heart of man or the spirit of man. Same way, no one knows the heart or the Father or the Son except the Spirit of the Father or the Son. അപ്പൊ നമ്മുടെ വൈഫിന്റെ ഹൃദയം അറിയുന്നത് പോലെ, പിതാവിന്റെ ഹൃദയം അറിയുന്നത്, മാതാവിന്റെ ഹൃദയം അറിയുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിന്റെ ഹൃദയം, പിതാവാം ദൈവത്തിന്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കി തരും. As like you, if you're married, you might know little things about your spouse, you might know things about your father and mother. Same way, the Holy Spirit will reveal things about God the Father. The Holy Spirit will reveal things about the Son. നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം നമ്മൾ അറിയുന്നവരായിരിക്കണം. എപ്പോഴും ദൈവത്തിന്റെ ആ സ്പന്ദനം, അതായത് ഹൃദയത്തിന്റെ സ്പന്ദനം, ഇടിപ്പ് നമ്മൾ അറിയുന്നവരായിരിക്കണം. We should be people know, but we are the rhythms and the beatings of the heart of God. പരിശുദ്ധാത്മാവാണ് പിതാവിന്റെ ഹൃദയം വ്യക്തമാക്കി തരുന്നത്. It's the Holy Spirit who reveals the heart of the Father. സോ ഞാൻ അവിടെ നിർത്തട്ടെ. ഹി ക്യാൻ ബി ഗ്രീവ്ഡ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം. എഫേസ്യൻസ് ചാപ്റ്റർ 4:30 വായിക്കുന്നു. In Ephesians 4:30, Paul writes, "Do not grieve the Holy Spirit." പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമുക്ക് മനുഷ്യനെ വേദനിപ്പിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ പറ്റും. The same way we grieve a fellow human being, we can grieve the Holy Spirit himself. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന് ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേട്ടാൽ തന്നെ അത് അനുസരിക്കാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് വേദനയാണ്. Many times we don't hear the voice of the Holy Spirit, and when we hear, we choose to disobey, disrespect, dishonor, obey the Holy Spirit. When we do that, the Holy Spirit gets hurt. പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാവമാണത്. Same as we can hurt another person, we can grieve and bring pain to the Holy Spirit, and which is a great sin. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയാൻ കാരണം, ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മളെ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്ത്യകാലത്ത് കാഹളം മുഴങ്ങുമ്പോൾ ഉയർക്കുവാൻ കാരണം. Because Bible says, don't grieve the Holy Spirit. The reason is we are sealed with the Holy Spirit, and those who are sealed with the Holy Spirit, when you hear the trumpet of the second coming for the Holy Spirit, we will be raptured up. പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് റാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും പ്രാപിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Without the sealing and without the receipt, you just believe and receive the Holy Spirit. Make sure you are sealed with the Spirit. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ പിതാവാം ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം. നമ്മൾ എന്നും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്നും ചോദിക്കണം. Yeah, God, that natural things of life, but the same way we should train ourselves, condition ourselves, habituate ourselves. Say, Father, give me the Holy. Should be a daily asking God, Father, give me the Holy Spirit. Father, give me the Holy Spirit. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം എടുത്തു മാറ്റിയാലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ മാത്രം എടുത്ത് മാറ്റരുത്. കർത്താവോട് പറയേണ്ട വിഷയം, ദാവീദ് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്. അതാണ് ഏറ്റവും വലിയ മുദ്ര. In Psalm 51, David sing prayer, "Do not take your Holy Spirit from me." We may just lose everything. We should pray like David, "Don't take your away from your presence."
നിങ്ങളുടെ കാറോ നിങ്ങളുടെ ബസ്സോ നിങ്ങളുടെ ലോറിയോ നിങ്ങളുടെ ജോബോ നിങ്ങൾക്കുള്ള എന്തും എടുത്തു പോയാലും കുഴപ്പമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ നിങ്ങളൊന്ന് എടുത്തു മാറ്റരുത് ദൈവം. കാരണം അതിൽ നിങ്ങൾക്ക് വേണ്ടി മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ നിത്യതയിൽ അവകാശിയെ തീരത്തുള്ളൂ. You might lose your vehicle, your car, your truck, whatever, maybe your home, that means nothing. But if you lose the Holy Spirit like Samson, what happens is that you're losing your seal with God and you can miss the rapture. You can miss. പരിശുദ്ധാത്മാവ് നമ്മുടെ നഷ്ടപ്പെടുമോ? തീർച്ചയായിട്ടും നഷ്ടപ്പെടും. നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ചോ. You might ask me, can I lose the Holy Spirit? Yes, Samson, the Bible says the Spirit left him, and so it is possible. So be careful how you conduct yourself, that we don't lose the presence and of the Holy Spirit with us. രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നഷ്ടപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പേര് മായ്ച്ചു കളയാം. So if you ask me, if you're saved, once saved, are you saved forever? No, it's not true, because if you deny Jesus, your salvation. അപ്പം രക്ഷ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. So it is our job to make sure that we are walking with the Spirit, filled with the Spirit. It is our responsibility. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ശേഷം എന്തും ലോകത്ത് ചെയ്തു നടക്കാന്നുള്ള ഒരു എന്താ പറയുക അംഗീകാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. People have this false thing that, oh, I am saved and I can do whatever I want, I can do anything, I am eternally secure. No, if you choose willfully to deny Jesus Christ, that is not the case. But live a holy life. ഞാൻ അവിടെ നിർത്തട്ടെ. നമുക്ക് അടുത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇന്റർസീഡ്സ് ചെയ്യുന്നതാണ് കർത്താവ്, പരിശുദ്ധാത്മാവ്. റോമൻ ചാപ്റ്റർ 8 26 27 നമ്മൾ വായിക്കുമ്പോൾ കാണാം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. So in Romans 8:26, Paul elaborates the next one of the greatest features of the Spirit is that he helps in our weaknesses. We don't know what to pray, as to pray, how to pray, but the Holy Spirit prays through us, intercedes for us. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന എഴുതി. നമുക്ക് ബലഹീനതയുണ്ട്, അവരുടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. So Paul writes strength. It's our weakness. He helps in our weaknesses. And so he helps in our weaknesses. കാരണം നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. The weakness the Bible talks about is that we don't know how to pray, what we should pray, how to pray. We do not know that. That is our weakness. ഞാൻ എല്ലാവരോടും പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം റെക്കോർഡ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചു അത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I tell people, just see how you pray. Just record your prayers and play back to yourself, and you see that you're repeating the same thing over and over again. എന്നാൽ ജാതികളുടെ പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥിക്കാൻ അത് വ്യത്യാസമൊന്നും കാണുന്നില്ല. അവര് പുസ്തകത്തിൽ നോക്കി വായിക്കും, നമ്മൾ കാണാതെ പറയും, അത്ര വ്യത്യാസമുള്ളൂ. Jesus says, don't pray like the Gentiles. Their prayers are repetition and iteration. Our prayers are an iteration and repetition, like the Gentiles. നമ്മുടെ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചിട്ട് പിന്നെയും 1 മാസം 2 മാസം 3 മാസം പറഞ്ഞുകൊടുക്കാം. കാരണം നമ്മുടെ ദൈവത്തെ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. Our prayers go into a loop for 2 months, 3 months. We keep on saying the same thing because we don't have faith in our prayers and faith in our God. നമ്മളൊരു കാര്യം പറഞ്ഞ് സ്വത്രം പറഞ്ഞ് ആമീൻ പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് കേട്ടുവല്ലോ. നമ്മൾ അത്രയ്ക്ക് വിശ്വാസമാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് കേട്ടു, അതിന്റെ സമയമാകുമ്പോൾ നമുക്ക് ചേരും. ഇടയ്ക്ക് സ്വത്രം പറയണ്ടെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു വിശ്വാസ കോൺഫിഡൻസ് നമുക്ക് വേണം. 1 John 5:15, this is the confidence that God has heard us. We have the petition. So once we pray and say amen, that we should have faith and we should have believing that God will answer our prayers. It's not that I'm not saying that we should remind God and say thank you or praise God again, but generally we should not be repeating, but we should have confidence God has heard our prayers. പലപ്പോഴും ഞാൻ രാത്രിയാമങ്ങളിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. Sometimes when I'm in slumber, I'm in sleep, I know, but my spirit does not sleep. My body is sleeping, but in the spirit, my spirit will be interceding. ഞാൻ അറിയാത്ത പല വ്യക്തികൾക്ക് വേണ്ടി ആത്മാവിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ പറ്റും. And in this, I know and I see that my spirit is interceding for many people. ചാടി എഴുന്നേൽക്കുമ്പോൾ ദൈവാത്മാവ് ഒരു പക്ഷേ ആ സമയത്ത് ഒരു ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ അങ്ങ് പ്രാർത്ഥന അങ്ങ് പോകും. So then you are suddenly woken up by God, and then the Lord said, pray for this or pray for that, and your prayer will take the course the Holy Spirit is asking you to pray. Your prayer will be led by the Spirit.
അവിടെ പറയുന്നത് ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യും. So in Romans 8:26, he says the Spirit intercedes for us, prays for us with groaning cannot be uttered, but the prayers will be according to the will of God. അത് നമ്മൾ പ്രാക്ടീസ് എടുക്കണം. So that we should train ourselves to pray in the Spirit because he's praying according to the will. That we should condition and practice to pray in the Spirit. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മ എൻ്റെ ഈ റൈറ്റ് സൈഡിലെ മുഖത്ത് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. As I said that, I can feel the Spirit of God put his hand across my face. ഹല്ലേലൂയ. ഇങ്ങനെ എൻ്റെ സിക്സിൽ എൻ്റെ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ തൊടുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നു. He's caressing my cheeks. Hallelujah. Thank you, Holy Spirit. So, hallelujah. നന്ദി. ആ സ്നേഹം ഭയങ്കര സ്നേഹം. നമ്മൾ പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ ഭയങ്കര സ്നേഹം നമുക്ക്. When the Spirit embraces, the Spirit caresses you. He's showing his love. His love is deep. His love, the Holy Spirit's love is great. 1 കൊരിന്ത്യർ 12:7 നമ്മൾ വായിക്കുന്നു. 7 മുതൽ 11 വരെ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഡിസിഷൻസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ എന്ന് എഴുതിയിരിക്കുന്നത്. 1 Corinthians speaking about the gifts, Paul writes the Holy Spirit will distribute the gifts according to his will. 1 Corinthians 12:7. നമുക്ക് ഏത് ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് 9 കൃപാവരങ്ങളും ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ട് ഉണ്ടെങ്കിലും അത് 10, 60, 70 കൃപാവരങ്ങളും ചില സമയത്ത് കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ അതാണ്. അത് ഏതാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നു. Paul and explains 9 gifts and different gifts will operate, but we are not the one who determines which gift will operate. All this operation, all this manifestation, all this distribution of the gift is done by the will of the Holy Spirit. We don't dictate to the Holy, we operate under the Spirit of God. ഈ 9 കൃപാവരങ്ങൾ കർത്താവ് എന്നെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കാണ്. പക്ഷെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഓരോ സഭയുടെ ആവശ്യങ്ങൾക്ക്, ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഓരോ രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് നമ്മളെ കൊണ്ട് ആ സമയത്ത് ദൈവം നമുക്ക് വ്യക്തമാക്കി തരും. അതനുസരിച്ചാണ് ശുശ്രൂഷ പോകുന്നത്. God has gifted me with all the 9 gifts, but I don't flow in all the 9 gifts at all. As the Holy Spirit determines according to the church, according to the person, according to the ministry, according to the nation, the Holy Spirit will let the gift flow through me. So I don't decide. So ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നതാണ് ദൈവത്തിന് വചനം പറയുന്നത്. Paul writes in 1 Corinthians, the manifestations of the gift is given for the profit of all. സോ അങ്ങനെയാണെങ്കിൽ ഒരുവൻ ആത്മാവിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനവും, the Bible says one is given wisdom, ആത്മാവിന്റെ അറിവിന്റെ വചനം, മറ്റൊരാൾക്ക് അറിവിന്റെ വചനം, one is given the gift of wisdom, another the gift of understanding. മറ്റൊരുവന് ആത്മാവിന്റെ വിശ്വാസം, another is given the Spirit of gift of faith. മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, and another is given the gifts of healings. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിന്തിച്ചത് പലപ്പോഴും നമ്മൾ ഹീലിംഗ് എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി പരിശുദ്ധാത്മാവിന്റെ ഹീലിങ്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് രോഗശാന്തികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. Sometimes we say healing, but Paul in his enumeration of the gifts in 1 Corinthians, he says it's gifts of healings. So it's multiple healings and it's multiple gifts. It's gifts of healings. അപ്പൊ അവിടെ ഈ കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവരി തകർക്കും, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടിപ്പടകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാല് 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. When he says, when the Bible says about healings through Jesus, there are 3 things. The three things are being mentioned. ഒന്ന്, നമ്മുടെ സാൽവേഷൻ അല്ലെങ്കിൽ നമ്മുടെ സിന്നുകൾ കർത്താവ് സൗഖ്യമാക്കി, ആ രോഗം സൗഖ്യമാക്കി. In 1 Peter 2:21 says Jesus carried our sins on the tree on his own body, and that he should be dead to sin, we should live unto righteousness. That means he has forgiven our sins, he has remitted our sins, he has freed us from our sins. അപ്പൊ നിങ്ങളിപ്പോ ഒരു സിന്നിന് അടിമയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം, വചനം പറയാം, യേശുവിന്റെ അടിപ്പടകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സിന്നിനെ എതിരെ അല്ലെങ്കിൽ സിന്നിനെ നിങ്ങൾ ശാസിക്കുക, ആ സിന്നിന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക.
So first thing is that we should always be free from sin. So when you are being overcome by sin, you say, no, Jesus became sin with my sin. He carried my sin on his body. That I receive righteousness from this sin, and you're getting deliverance from that habit. You get victory over sin. അതുപോലെ യേശുക്രിസ്തുവിന്റെ അടിപ്പണകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ആ സിന്നിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു പൈശാചിക ശക്തിയുണ്ട്. അതിനെ കർത്താവ് ആ വചനത്തിലൂടെ ഡിസ്ട്രോയ് ചെയ്യും. So when Spirit 2:24 is then the second, but by his stripes you were healed. So through that sin, a sickness or disease could have come into the body. Once the sin is forgiven, you are in righteousness, and Jesus releases healings to you. By his stripes you are healed, and that's it. യേശുക്രിസ്തുവിന്റെ അടിപ്പണകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയും സൗഖ്യമാകുകയാണ്. So now when he says by his stripes you are healed, Peter is saying by his stripes your physical body is healed. അപ്പൊ പൈശാചിക മണ്ഡലങ്ങളിലും രോഗമണ്ഡലങ്ങളിലും നമ്മുടെ ബോഡി മണ്ഡലങ്ങൾ അല്ലെങ്കിൽ രോഗമണ്ഡലങ്ങളിൽ നമുക്ക് കർത്താവ് ഹീലിങ്സ് തന്നിട്ടുണ്ട്. അതിനാണ് രോഗശാന്തികളുടെ വരം. So God has made provisions in Christ, and he says the gifts of healing. So God has made provision to get us from the realms of sickness and disease. നമുക്കൊരു ഒരു മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ മൊബൈൽ ഇങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറഞ്ഞു കർത്താവിനോട് ക്ഷമിക്കണം, ഞാൻ ഇതിൻ്റെ അകത്ത് അഡിക്ഷനായി കിടക്കണം, എനിക്ക് ഇതിൻ്റെ അകത്ത് വിടുകയാണ്, യേശുവിൻ്റെ അടിപ്പണകളാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കി, എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ആ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ അഡിക്ഷനിൽ നിങ്ങളൊന്ന് മാറുവാൻ ശ്രമിച്ചാൽ, ആ വചനം നിങ്ങൾ പ്രവർത്തിച്ച് അതിൽ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ അതിനെ മാറ്റി, അഡിക്ഷനെ നിങ്ങൾ മാറ്റി, കർത്താവ് അതിൻ്റെ അകത്ത് വചനത്തിലൂടെ നിങ്ങൾക്ക് വിടുതൽ തരുവാനിടയാവും. So, for example, say people are these in the modern days, you are addicted to the phones or reels, and you always have to be going into the reels and phones. You can say Jesus carried my sickness on his body. I may become the righteousness of God by his stripes, and you can speak that word and break the addiction through the internet or whatever internet site. You can break free, and as you confess that word, the word will bring release that God has delivered you from God authority of darkness, and it will release you and it will free you from that. എന്നാൽ നിങ്ങൾക്ക് തലവേദനയോ ശരീരവേദനയോ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സോ ഡിപ്രഷനോ ക്യാൻസറോ യേശുവിന്റെ അടിപ്പണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അതും കർത്താവ് സൗഖ്യമാക്കണം വചനത്തിലൂടെ. So in the same scripture, 1 Peter 2:25, by his stripes you are healed. Maybe you're suffering from headache, maybe you're from malaria or migraine or cancer. When you take the word and speak the word, by his stripes I am healed, by his stripes I am healed, when you believe and receive that, the physical body will be healed from the sickness, the disease, the curse and death. ഞാനത് പറയുമ്പോൾ പലരിലും മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, വചനത്തിന് ശക്തി വ്യാപരിച്ചിട്ട് പലരും സൗഖ്യമായിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ബി ഹീൽഡ് റൈറ്റ് നൗ ഇൻ ദി നെയിം ഓഫ് ജീസസ്. എല്ലാ സിക്കും, എല്ലാ സിനിനെയും, എല്ലാ പൈശാചിക ശക്തികളെയും, എല്ലാ രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തു അടിപ്പണലുകളാൽ ഇപ്പോൾ സൗഖ്യം വന്നിരിക്കുന്ന വചനം ഞാൻ അയച്ചു ഇപ്പോൾ സൗഖ്യം കൽപ്പിക്കുകയാണ്. ഒരു ശക്തമായ ഡെലിവറൻസ് ഇപ്പം ആ വചനത്തിന്മേൽ വെച്ചുകൊണ്ടിരിക്കുക. So God is acting on the word which I spoke, 1 Peter 2:25, your sins are forgiven, God has made it Jesus your righteousness by his stripes. I can feel the power, and God is telling people from sin right now, from bondage right now. God is releasing his anointing and being healed right now. God is performing his forgiveness of sin. He's releasing healing, he's releasing salvation right now as I'm speaking. I sent this word, by his stripes you are healed, your sins are forgiven. I release that word, be free from bondage. I am sending the word, and you are being delivered, and your sins are forgiven, you are freed and healed. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാപത്തിന് അടിമയാണെങ്കിൽ ഇപ്പോൾ തന്നെ വചനം പറഞ്ഞു പറ, കർത്താവായ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ അടിപ്പണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, പാപത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. പിശാചേ, ആ പാപത്തിൽ നിന്ന് യേശുവിന്റെ അടിപ്പണലുകളാൽ ഇപ്പോൾ നീ വിട്ടുമാറിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെലിവറൻസ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പല പാപത്തിൽ കിടക്കുന്നവരെ ഇപ്പം കർത്താവ് കാണിക്കുന്ന ഒരു വലിയ ഡെലിവറൻസ് വചനത്തോട് നടക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. So 1 Peter 2:25, himself carried the sin on his body on the tree, and he has given you life and righteousness, by his stripes you are healed. So receive that healing from that scripture. Many bondages to sin, habitual sin, practicing sin, God is removing that sin from you. I declare that word, that your sins are being removed from you in Jesus. So മറ്റൊരുവനെ വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരം വന്നത്, വീര്യപ്രവർത്തികൾ. So the next gift Paul talks about in the litany of gifts, or the list of gifts, is the gifts of miracles.
വീര്യപ്രവർത്തികൾ വെച്ചാൽ ഭൂതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. So when sometimes when you do miracles and you will cast out demons too, മരിച്ചവരെഴുന്നേൽക്കും, the dead will be മുടന്തരെഴുന്നേറ്റ് നടക്കും, ചെകിടർ കേൾക്കും, ഊമര് സൗഖ്യമാവും. the lame will walk, the paralyzed will rise, the deaf will hear, and the dumb will speak. മറ്റൊരുവൻ അതേ ആത്മാവിൽ പ്രവചനം വരും. And the next gift Paul talks about is the gift of prophecy. പ്രവചനപരം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അന്യഭാഷ പറഞ്ഞിട്ട് പ്രവചിക്കുന്നത് പ്രവചനപരമല്ല, അത് അന്യഭാഷ വ്യാഖ്യാനമാണ്. So sometimes we see people speaking in tongues and giving a utterance that is the interpretation of tongues. That's not prophecy. It's tongues and interpretation of tongues. So prophecy. പ്രവചനത്തിന് ടങ്സ് പറയണമെന്നില്ല. If you are flowing straight in the gift of prophecy, you don't have to pray in tongues. You can just prophesy if you have the gift of prophecy, you can prophesy without speaking in tongues. പ്രവാചകന്മാരെ പറ്റി നമ്മൾ വചനം പഠിക്കുമ്പോൾ അവരെ ടങ്സ് പറഞ്ഞിട്ടല്ല പ്രവചിക്കുന്നത്. എന്നാൽ ടങ്സ് പറഞ്ഞിട്ട് പ്രവചിക്കുന്നത് ആ ടങ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. So in the Old Testament, they will speak in tongues. The prophets will prophesy by the gift of prophecy. But now when you speak in tongues, you might give an interpretation of tongues, or you get you're speaking for the interpretation of the tongues. ദൈവം പ്രവാചകന്മാരായിട്ട് വിളിക്കുന്നതുകൊണ്ട് ദൈവം പ്രവചനത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അതിന്റെ ഗിഫ്റ്റും തരുന്നതുകൊണ്ട് രണ്ടും ഒന്നിച്ച് പ്രവാചകൻ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. മറ്റേ ഗിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നു, മറ്റേത് റിയൽ പ്രവാചകന്മാര്. So you have to dissect and distinguish between the gift, the office of the prophet, or the gift of prophecy from the person who is speaking in tongues and interpretation of tongues. The other guy might be sitting in the office of the prophet. നമ്മൾ ഈ പ്രവചിക്കുന്നവരെല്ലാവരും പ്രവാചകരെന്ന ഇപ്പം എല്ലാവരുടെ മുന്നിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാണ് പേരിടുന്നത്. പക്ഷെ അവരുടെ ഗിഫ്റ്റ് ആണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്, അത് പ്രവാചകനല്ല. പ്രവാചകൻ എന്ന റിയൽ യെരമ്യാവ്, യെശയ്യാവ്, അങ്ങനെ ഒരുപാട് നമുക്കറിയാവുന്ന ഈ ഭൂമിയിൽ ഇപ്പോഴും പലരും അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. അവരാ റിയൽ പ്രവാചകന്മാരല്ല, അവർ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രവാചകന്മാരല്ല, അതൊരു ഗിഫ്റ്റാണ്. We just have the habit of calling everybody prophet these days because they are operating in the simple gift of prophecy, one of the gifts of the Spirit. But that doesn't mean they stand in the office of the prophet. They are just flowing in the simple gift of prophecy. അന്യഭാഷകൾ നമുക്ക് പ്രവചിക്കാൻ പറ്റും, അന്യഭാഷകൾ നമുക്ക് പ്രവചിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. So when tongues simultaneously work with interpretation of tongues, it is equivalent to prophecy. We can know the prophecy. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യുന്നത്. But what I'm trying to say, Paul says, all these gifts are operated and released according to the will and power of the Holy Spirit. All these 9 gifts come through the Spirit, and He decides. So വചനത്തിൽ 5-fold ministries ഉള്ളത് പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നു. ഒരാളെ അപ്പോസ്തലനായിട്ട് വേർതിരിക്കുന്നതും, ഒരാളെ പ്രവാചകനായിട്ട് വേർതിരിക്കുന്നതും, ഒരാളെ ടീച്ചറായിട്ട് വേർതിരിക്കുന്നതും, ഒരാളെ ഇവാഞ്ചലിസ്റ്റായിട്ട് വേർതിരിക്കുന്നതും, ഒരാളെ പാസ്റ്ററായിട്ട് വേർതിരിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. But the church also has the offices of the church, the office of the apostle, the office of the prophet, the office of the pastor, the office of the teacher, office of the evangelist, the 5 offices of the church. And this distribution of the offices of the church also is done by the Holy Spirit. നിങ്ങളുടെ വിളി എന്നാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിൽ വളർത്തുവാനിടയാവും. So you should know what is your gift, what is your calling, what is your office. You should ask the Holy Spirit, and the Holy Spirit will grow you, develop you, train you, and mature you in your gift, in your calling, in your office. അതുപോലെ തന്നെയാണ് ആത്മാക്കളെ വിവേചിക്കാനുള്ള ഒരു വരം കൊടുക്കുന്നത്. But with Paul, right, it's called the gift of discerning of spirits. എല്ലാവരും നമ്മളെ എന്നെ കേൾക്കുന്ന എല്ലാവരും അത് പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ബോധശക്തി കൊണ്ട് പ്രവചിക്കുന്നതാണോ, അത് ശരിയായ ദൈവാത്മാവാണോ, ഒരു ദിവാസനെ കണ്ട നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ആളെ കണ്ട മനസ്സിലാവും അദ്ദേഹം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നല്ല, ഏത് സ്പിരിറ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. So I personally agree with Mass. One of my favorite. I always tell people, always have the gift of discernment, and then you can say, is this guy prophesying from the Holy Spirit, or is it from witchcraft, or is it false prophet, and what is in it, what is the devil behind it, what is the angel behind it. All this is revealed by the discerning of spirits. You should ask God to give you the gift of discerning of spirits, to know what is the ഈ ആള് വന്നിരിക്കുന്ന പണം പിരിവിനാണോ, അതോ റിയൽ ആയിട്ട് ദൈവം വിട്ടിരിക്കുന്നതാണോ, അദ്ദേഹം സ്പിരിച്വൽ ആണോ, അദ്ദേഹം റിയൽ ആയിട്ട് ദൈവത്തിന് പ്രോഫിറ്റ് ആണോ, റിയൽ ആയിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളെന്നൊക്കെ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഈ വിവേചനപരമായി കൂടി കിട്ടാൻ പറ്റും.
Pastor Sameer, Yeah. listen to this. See, when you have the gift of discerning, maybe somebody comes to your church to you to minister, then you can discern, I know this. The motive of this person, was he sent by God or he sent himself? Has he come to get my money? What is the source of this? And the discerning of spirits will make you know the motive and make you know the intent of the person. That's all. It's always who sent him, why that person came. All these things can be revealed by the discerning of spirits. നിങ്ങൾക്ക് ഒരുപാട് എൻവലപ്പുകൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്താ പറയുന്നത്, സീഡ് ആവശ്യപ്പെട്ട്, സീഡ് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചർച്ചിൽ നിങ്ങളുടെ ഒരുപാട് അനൗൺസ്മെന്റ് വരും. ഇതെല്ലാം നിങ്ങൾ ഇതിന്റെ പുറകിൽ ഒരു സ്പിരിച്വൽ എന്താ പറഞ്ഞത് വിവേചനം ആവശ്യമാണ്. Pastor Samuel, so I just want you to know, sometimes you go to church, the church will be taking up offerings for many causes, and you open your mail and you'll have request, and people will call you, can you help me, can you give me seed offering? But if you have the gift of discerning, the Holy Spirit will show you who to give, when to give, who not to give, what to give, how much to give. It all comes through the Holy Spirit. ഞാൻ മനസ്സിലാക്കിയ എന്താണെന്നറിയോ, സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്കൊന്നും ലഭിക്കുന്നില്ല. കാരണം മറ്റുള്ളവര് എന്താ പറഞ്ഞത്, അവര് മുഖസ്തുതി പറഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരിലുള്ള നന്മകൾ പിടിച്ചുകൊണ്ട് പോകും. പക്ഷെ റിയൽ ആയിട്ടുള്ള ദൈവദാസന്മാർ വചനം പറയുന്ന ശരിക്ക് ദൈവം അയച്ചിരിക്കുന്നവർക്ക് ഒന്നും ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പം നമ്മൾ പലരെയും പറ്റി യേശു തന്നെ പറയാനുണ്ട്, അവര് ചെന്നായ്ക്കളാണ്, പക്ഷേ ആടിന്റെ വേഷം ധരിച്ചവരാ. So some of you know this is a reality which I have observed. So there are real men of God laboring for God, preaching, doing all things. They have you will not get anything. But people will come, people will give to the wrong persons, wrong causes. They'll give it away, and the real men of God sit with nothing. So if you have the gift of discerning of spirits, then you can know whether these are wolves in sheep clothing. നിങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി വചനം പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി രാത്രിയാമൽ കരയുന്ന ദൈവദാസന്മാർ ഇപ്പോഴും പട്ടിണിയാണ്. അവര് ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് അവരുടെ ബില്ലടയ്ക്കാൻ മാർഗമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴും സമൃദ്ധിയുള്ളവർക്ക് കൊടുക്കരുതെന്നല്ലേ പറയാം. പരിശുദ്ധാത്മ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിക്കണം. ഈ ദശാംശം ഇത് ആർക്ക് പോകണം? നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവാത്മ പറയും, ഇന്ന വ്യക്തിക്ക് മുഖം കാണിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മയോട് സംസാരിക്കുക, അതനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ ആ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇടയാവും. അതുപോലെ ദൈവ നാമമുഹൂർത്തപ്പെടുവാൻ നിങ്ങളുടെ പ്രതിഫലം പ്രതിക്കുവാൻ ഇടയാവും. So, Pastor Samuel, this is very good. He's saying this, sometimes we should be giving to the person who is standing in the gap, interceding for, waking up in the night and praying and preaching and speaking to you from God. And usually those persons we will not give. We will give to that person who's well off, who's established, who has a large ministry. I'm not saying you shouldn't give to them. If the Holy Spirit is asking you to give to them, give it to them. You can ask the Holy Spirit will show you to this person or that person. When you give by the Holy Spirit's direction, you will have fruit in the account, your account, and the kingdom of God will grow, and the man who is laboring for God, he will be supplied to. So it is important to have discerning and ask God when and how to give and all those things. എനിക്ക് ഒരുപാട് വാട്സപ്പ് അല്ലെങ്കിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വരും, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് പറയാതെ ഞാൻ അവർക്കൊന്നും കൊടുക്കാറില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും. I get a lot of requests through WhatsApp and this and that. Can you help me? Can an offering? I will just sit with it and I pray. And if the Lord lets me give, I give. My giving is directed by the Holy Spirit. കഴിഞ്ഞ ദിവസം തന്നെ ഒരാഴ്ച മുന്നേ ഒരു വ്യക്തി എനിക്ക് അയച്ചിട്ട് 85,000 റുപ്പീസ് വേണം അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്. ഇപ്പം പാസ് അയച്ചു തരണം പ്ലീസ്. പറഞ്ഞൊരു അദ്ദേഹത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അയച്ചു തരാം. ഞാൻ പ്ലീസ് ഹോൾഡ്, ലെറ്റ് മീ പ്രേ. അദ്ദേഹം എന്നും എനിക്ക് പ്രൈസ് ലോർഡ്, എന്തായി പാസ്റ്റർ, കൈൻഡ് റിമൈൻഡർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. 1 വീക്ക് എടുത്ത് പരിശുദ്ധാത്മ പറഞ്ഞു 85,000 ആണ് എന്നോട് ചോദിച്ചത്. പരിശുദ്ധാത്മ ഒരു 10,000 അയക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ അയച്ചു കൊടുത്തു. ഹോളി സ്പിരിറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യും. So I had a request from a man of God from India. He was going through hospital bills and treatments, and he needed 85,000 Indian rupees. So I waited and I prayed, but I constantly was sending reminders asking me what happened. And I said, I'll be quick. The Lord showed me 10,000. I sent 10,000 rupees to him.
സോ നിങ്ങൾ അല്പസമയം ദൈവത്തിന് സമയം കൊടുക്കണം. നിങ്ങൾ ഒന്നും ചാടിപ്പിടിച്ചൊന്നും ചെയ്യാം. നിങ്ങൾ സമയം കൊടുക്കണം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ മാസത്തെ ദശാംശം ആർക്ക് കൊടുക്കണം? അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗിഫ്റ്റ് ആർക്ക് കൊടുക്കണം? കർത്താവ്, ഇതിൻ്റെ അകത്ത് ഈ ഫണ്ട് ആർക്ക് കൊടുക്കണം? ഈ ഓഫർ ആർക്ക് കൊടുക്കണം? ദൈവത്തിൻ്റെ ആത്മാവിനോട് പയ്യെ ചോദിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം, 2 ദിവസം, 3-ാം ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുഖം വെളിപ്പെടുത്തി തരും. അവർക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അവരാണ് ആവശ്യക്കാർ. So don't jump and give to your offering, your tithe, whatever. You might be late 1 day or 2 days or 3 days, that's fine. But if you ask the Holy Spirit, who should I give? The Holy Spirit will reveal. Maybe He will give you a dream, a vision. Maybe He will give an impression of a person's face. Maybe you're late 1 or 2 days, but you can be led by God to give this by the Spirit. എന്നോട് പരിശുദ്ധാത്മാവിനെ കാണിക്കും വലിയൊരു ആപ്പിൾ ട്രീ നിറച്ച് ആപ്പിൾ നിറഞ്ഞു കിടക്കുന്നതാണ്. എന്തോ ഒരു ഭൗതിക നന്മ നിങ്ങൾക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുക. എന്തോ ഫ്രൂട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രൂട്ട് ഇതിനകത്ത് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. Right now, I'm seeing a vision of a very fruitful apple tree. I believe that God wants to give some blessing or manifest a gift or a fruit. ഇനി പല വിധത്തിലുള്ള ഭാഷകളും അത് വിവേചിക്കാനും ഭാഷയുടെ വ്യാഖ്യാനവും ദൈവം തരും. When we coming back to the message, another gift of the Spirit is speaking in tongues, and Paul calls it diversities or diversities of tongues, interpretation of tongues. ഇതെല്ലാം പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെ ചെയ്യുന്നത്. All this is again not done by anybody. It is all done by the will that the will and the mind of the Holy Spirit. He decides who gets what gift. It is the Holy Spirit who distributes and gives according to His will. ഞാൻ ഏകദേശം 10-45 മിനിറ്റായി നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിങ്ങൾക്കും എനിക്കും എന്താ പറയുന്നത് നല്ലതായിരിക്കും. കാരണം നിർത്തുമ്പോൾ പിന്നീട് ബാക്കി ചിന്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ ബസ്സേ 45 മിനിറ്റോളം ആയില്ല. 45 മിനിറ്റ് ആയി. I think I almost spoken for 45-50 minutes. I think that is enough. And maybe we can continue later. Yeah. Pastor, what's your on the poyo? You to poyo, man. I think let me try to call him. So, Pastor, no, പ്രാർത്ഥിച്ചതാ കാനഡയിലുള്ള എന്തായിരുന്നു വിഷയം പാസ്റ്റർ? നമ്മളൊരു കൊച്ചിലൊന്നും പ്രാർത്ഥിച്ചില്ല, ക്യാൻസർ ഹോസ്പിറ്റൽ അഡ്മിറ്റ്. ഓക്കെ ഓക്കെ. സ്റ്റേജ് 4 ആയിട്ട് അവരുടെ ഓർഗൻ ഷട്ട് ഡൗൺ തുടങ്ങി. ഓക്കെ. അപ്പൊ ലൈനിലുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ഞാൻ ഒന്നുകൂടെ വിളിക്കാൻ എന്റെ കസിനോട് പറഞ്ഞു വിളിച്ചു തരാൻ പറഞ്ഞു. അവര് ആ കൊച്ചിന്റെ ആ മോന്റെ ഫോൺ ആരും പൊട്ടിച്ചുകൊണ്ട് വേറൊരു ഫോൺ എടുത്തിട്ട് ഒരു വിഷയം നിങ്ങൾ കണ്ണുകൾ അടച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ജീസസ് പ്രോമിസ്ഡ് ദ ഹോളി സ്പിരിറ്റ്. Just till they join, everybody close your eyes and say, Father, Jesus promised me the Holy Spirit. So if you love me, Jesus said, if you love me, keep my commandments, and I will ask the Father, and He will give you another advocate to help you and be with you forever. Jesus says, if you love me, you will keep my commandments, and I will pray the Father, and He will send you another helper. ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തൊരു ഒരു നിമിഷം പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തിൽ വരണം, എന്നിൽ വരണം എന്ന് പ്രാർത്ഥിച്ചാലും everybody say, and especially you have been received the baptism of the Spirit, but everybody say the same thing. Lord, from your heart say, Lord, fill me with the Holy Spirit, visit me with the Holy Spirit. Pray from your heart with expectation. ഒരു മനുഷ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയുവാൻ ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചവർക്ക് നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. So my prayer will be twofold. First, the people who haven't received the baptism of the Holy Spirit to receive the baptism of the Holy Spirit, and for the others that you be filled again to the overflow, that you be flowing over, running over. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാലും ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവര് ഒരു നിമിഷം പരിശുദ്ധാത്മാവെ യേശുവിനോട് പറ, പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രോമിസ് അനുസരിച്ച് ഇപ്പോൾ എന്റെ ഹൃദയത്തില് എന്റെ വെസലിൽ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പ്രാർത്ഥിച്ചാലും. Everybody say, Father, you miss those who ask. The Holy Spirit, the Father will give. So Jesus, I ask in the name of Jesus, Father, I give the Holy Spirit to me. Fill me with the Holy Spirit in my heart. Just say like that. I ask for the Holy Spirit, fill me with the Holy Spirit. Holy Spirit, right now in the name of Jesus, യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ആവശ്യപ്പെടുന്നു.
ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത മേളിൽ ഇപ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടച്ച് ഹോളി സ്പിരിറ്റ് നൗ. എന്നെ കാണിക്കുന്ന പരിശുദ്ധാത്മ പ്രാവ് പോലെ നിങ്ങളിൽ മേൽ വരുന്നതായിട്ട് കാണുന്നത്. In the name of Jesus, Father, those who are not being baptized, let them be. I see the power come on you. Receive the Holy Spirit. Jesus can be filled and receive that. I see the Holy Spirit coming as a dove over you. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വരട്ടെ. പ്രാപിക്കാത്തവർ ഇപ്പോൾ പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ്. പലരെയും പരിശുദ്ധാത്മ തോന്നുന്നു. എന്നെ കാണിക്കുക പലരും പറയുന്നു. യെസ്. You see, many of you are being filled with the Holy Spirit. The Holy Spirit is coming upon you. Those who have not received, receive, be filled. I see. ഇതുവരെ പരിശുദ്ധാത്മ പ്രാവശ്യത്തിൽ കൂടെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ വരിക. യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ ഇപ്പോൾ. Those who are already baptized, be filled with the Holy Spirit. Let the power come over you. In the name of Jesus, കർത്താവേ ഇപ്പോൾ ആത്മാവിൽ നിറയട്ടെ. എന്നെ കേൾക്കുന്നവരിൽ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. Let them be filled with your power. Let them be overflowing with your spirit. Right now, all those who hear me. Touch. ഇത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് മ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് പറയണം ആരൊക്കെ പ്രാവശ്യം ആരൊക്കെയാണ് അനുഭവിക്കുന്നു പറയണം യേശുവിന്റെ നാമത്തിൽ. You will speak something other than in English or your native tongues, and unmute yourself if you're speaking with tongues. Just unmute and then you receive the baptism. പലരും നിറയുന്നുണ്ട്. പരിശുദ്ധാത്മാ പലരും നിറയുന്നുണ്ട്. ഹല്ലേലൂയ. പലരും പരിശുദ്ധാത്മാ നിറയുന്നുണ്ട്. Many being filled with the Holy Spirit. If you are new to this, unmute and speak out and let us know. In the name of Jesus. നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധാത്മ തൊട്ടെങ്കിലും ഒരു നിമിഷം പറഞ്ഞാലും എന്നെ തൊട്ടു എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാലും. Listen, please. Anybody, if you have felt in the last few minutes or an hour, if you felt the Holy Spirit as a wind, the fire, the presence of God, or you felt a healing, any testimony you have, please open up and give it. Share your testimony. Thank you, Holy Spirit. Thank you, Jesus. Thank you. Pastor, കുറച്ച് മോൾ ജിഷ വന്നിട്ടുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചു. Hallelujah. So anybody for a testimony? So നിങ്ങളെ കർത്താവ് തൊട്ടെങ്കിൽ, if you feel any presence of God, any fire, any wind, any cold, heat, whatever, any heat, any new tongue, it's speaking with the tongues of any testimony. Open up and let it bless. Pastor, I just want to testify that I feel a part of the Holy Spirit, and I've been feeling a lot of condemnation, like in my relationship with the Holy Spirit, and even feeling like that I'm not going to make it into heaven, and it's just condemnation. And so I've had a lot of fear about that, and I felt the touch of God, felt the love of the Holy Spirit, the forgiveness and the prayer, and the healing touch of the Holy Spirit. Thank you. Amen. Thank you. Thank you, Jesus. Thank you. Somebody want to open the mic and mute and you can speak to us. കർത്താവെ ജിഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിഷ എന്നല്ല സഹോദരന്റെ പേര്. ശിഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ സഹോദരിയുടെ ഓർഗൻസ് എല്ലാം ഫങ്ഷൻ ആകട്ടെ. In the name of Jesus. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് എല്ലാവരും അന്യഭാഷകൾ പറഞ്ഞ് ആ സഹോദരിക്ക് പ്രാർത്ഥിച്ചാലും. If you can, yeah. Just pray in the Spirit. Pray in the Spirit. Pray in the Spirit for mission. Pray in tongues. Touch. എന്നെ കാണിക്കുന്ന പാസ്റ്റർ ഹീലിംഗ്സിന്റെ ഒരു അനോയിന്റിങ് ആ സഹോദരി മേൽ ഉണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആ സഹോദരി മേൽ ഒരു ഹീലിംഗ്സിന്റെ അനോയിന്റിങ് വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്താൽ അത് ഏറ്റെടുത്ത് നമ്മുടെ ഫ്ലഷിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ദൈവസൗഖ്യമാകുന്നില്ല. വിശ്വാസത്താൽ ഏറ്റെടുത്താൽ ഒരു ഡെലിവേഴ്സ് അതിനകത്ത് ഇപ്പോഴും ഉണ്ടെന്ന കർത്താവ് കാണിക്കുന്നു. ആ ഒരു അനോയിന്റിങ് ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. The Lord is showing that the anointing is already on you. Don't be emotional, but see by faith and it will manifest into you. The anointing is already on you to be healed. എന്നെ കാണിക്കുന്ന 12 വർഷമായ രക്തസ്രാവമുള്ള സ്ത്രീ 12 വർഷം അവൾക്കുള്ള സകല ഇപ്പൊ എന്നെ കർത്താവ് സംസാരിക്കുന്ന 12 വർഷമുള്ള രക്തസ്രാവ സ്ത്രീ, അവൾ 12 വർഷമായിട്ട് ഹീലിംഗ്സ് ഇല്ലായിരുന്നു അവൾക്ക്.
The Lord is showing me the woman with the issue of blood. For 12 years, she had no healings. She was afflicted for 12 years. അവള് വിശ്വാസത്തോട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോഴാണ് ശക്തി പുറപ്പെട്ടത്. By faith, when she said, "I will touch his garment, I will be healed." When she took the faith, her faith released the healing into her. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഹീലിങ്സിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു അനോയിന്റിങ് ആ സഹോദരിമേൽ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കും. പക്ഷെ വിശ്വാസത്താൽ നമ്മളെ ശക്തി പ്രാപിച്ചെടുക്കണം. യേശുവിനോട് പറയണം, നമ്മളെ വിശ്വാസത്താൽ ചെയ്യണം. ഭയങ്കര ഒരു വിശ്വാസം വേണം അവിടെ ഒരു അത്ഭുതം നടക്കുവാൻ ഏൽപ്പിച്ചു. എന്റെ കർത്താവ് ഇപ്പൊ തന്നെ തൊട്ടണം. ഞാൻ വിശ്വസിക്കുന്നു. ഒരു അല്പം പോലും അവിശ്വാസം ഇല്ലാത്ത രീതിയിൽ വിശ്വസിച്ചാല്, ബ്ലൈൻഡായിട്ട് ദൈവത്തെ വിശ്വസിച്ചാല് എഴുന്നേൽക്കും. The anointing is there to heal you, but use your faith to let the anointing transmit in you. If you so do, there will be a mighty healing. എന്നോട് അടുത്ത വചനം പറയുന്നത്, ബാല എഴുന്നേൽക്കുക. മരിച്ചു കിടന്ന ബാലയോട് യേശു പറഞ്ഞു, നീ എഴുന്നേൽക്കുക. ഒരു വാക്യം ഇടപെടുന്നുണ്ട്. ബാലെ തലിത കൊമി താമിലിത ക്രിമി. യെസ്, ആ വാക്യം കർത്താവിനോട് പറയുക, നീ നീ എഴുന്നേൽക്കുക. കേട്ടോ, കർത്താവ് നിങ്ങളുടെ അരികെ വന്ന് ഇരിപ്പുണ്ട്. എനിക്ക് കാണാൻ നിങ്ങളുടെ ബെഡിന്റെ അരികെ യേശു വന്ന് ഇരിക്കുക. നീ എഴുന്നേൽക്കുക. I see Jesus sitting next to you and he's saying, "Talitha kumi, Talitha, a little girl, I say to you, rise." തലിത ഖുമി, തലിത ഖുമി, തലിത ഖുമി. യേശു പറയുന്നു, തലിത ഖുമി, നീ എഴുന്നേൽക്കുക. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ആ വചനം നിങ്ങളിൽ ഇപ്പോൾ ശക്തി വ്യാപരിക്കുന്നുണ്ട്. Jesus is saying, "Talitha kumi," and that word is releasing power into you. Rise up in the name of Jesus. Tell the young girl, I say to you, rise. നിങ്ങൾ ചാടി എഴുന്നേൽക്കും. നിങ്ങൾ ആത്മാവിൽ ചാടി എഴുന്നേൽക്കും. നിങ്ങൾ ദൈവത്തിന്റെ വിശ്വാസത്തിൽ ചാടി എഴുന്നേൽക്കും. ഇപ്പോൾ തന്നെ എല്ലാ ഓർഗൻസും വർക്കാകട്ടെ, റീസ്റ്റോർ ആകട്ടെ. ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽ. ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അടിപ്പണലുകളാൽ ഇപ്പോൾ സഹോദരിമേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. By the stripes of Jesus, let every organ come back to life. Let life flow in the name of Jesus. By the stripes of Jesus, you are healed. ഡോക്ടേഴ്സ് പറയാൻ നിങ്ങളുടെ ഓർഗൻസ് എല്ലാം പൊക്കോണ്ട് ചീത്തയായിക്കൊണ്ടിരിക്കുക, അതെല്ലാം ചത്തോണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് എല്ലാം ജീവിപ്പിക്കാൻ സെക്കൻഡ് മതി. അതെന്താ പറയുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കും. ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ അതിനെ പ്രവചിക്കുകയാണ്. അസ്ഥികളെല്ലാം ജീവിക്കട്ടെ. ഞാൻ പ്രവചിക്കുന്നു, ഈ ഓർഗൻസ് എല്ലാം ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റിരിക്കുക ലിറ്റിൽ ക്യാൻ. The doctors might say that your organs are shutting down, but I prophesy to the dead, dying, decaying bones, live in the name of Jesus. Let every organ come to life. Dead bones, I prophesy to you. Dead organs, I prophesy to you. In Jesus' name, live. ജീസസ് നിങ്ങളുടെ ബെഡിലേക്ക് ജീസസ് ഇപ്പോഴും ഇരിപ്പുണ്ട്. എഴുന്നേക്കാൻ കർത്താവ് പറയുന്നത്, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് എഴുന്നേൽക്കുക. ആ ശക്തി, യേശുവിന്റെ ശക്തി ഇപ്പോൾ ആ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. You can see Jesus sitting on your bed and a lot of Jesus flowing into your body right now in Jesus' name. Let the power. നിങ്ങൾ വിശ്വസിക്കരുത്. ഡോക്ടേഴ്സ് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കരുത്. ലോകം പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കരുത്. അത് നെഗറ്റീവ് നിങ്ങൾ വിശ്വസിക്കരുത്. അത് തള്ളിക്കളയും. അത് ഹൃദയത്തിൽ വെക്കരുത്. അത് തോട്ട്സിൽ വെക്കരുത്. എന്റെ യേശു ശക്തനാണ്. യേശു മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. യേശു യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയ ദൈവമാണ്. നിങ്ങൾക്ക് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ബോൺസിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഈ ഓർഗനസിനെ ഉണ്ടാക്കിയ ദൈവത്തിന് ഇത് മടക്കി തരാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. By faith, receive it. The God who created the organs can revive your organs. And don't think the negatives, what the doctors are saying. Don't listen to what they are saying, whether you're decaying, dying, or your organs are. Remove that thoughts and the doctor's report. Believe in the God who gives life. You believe in the God who created. You can make you live again. He can make your organs live again. Believe, receive that power and let be. ദൈവം കാണിക്കുന്ന എല്ലാം നിനക്ക് വിരോധമായി ഉണ്ടായിരിക്കുന്ന സകല വിരോധങ്ങൾ യേശു കത്തിച്ചു കളയൂ. Hallelujah. Everything that is written against you, he's nailing it to the cross and he's burning every negative reports. Everything is burning it. He's charring it down. കർത്താവിനെ കാണി നിനക്കെതിരെ ഉണ്ടായിരിക്കുന്ന എല്ലാ എഴുത്തുകളും കർത്താവ് ആണിയാൽ അടിച്ച് ആ ക്രൂശിൽ ആണിയാൽ അടിക്കുക. What Paul did, every writing against you, he's nailing the cross. He's nailing every report against you, every charge against you, he's nailing it to the cross. Every report against you, he's nailing to the cross. ഇത്രയും കാര്യങ്ങൾ ദൈവം സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇത് ജീവനുള്ള വചനമായി പറയുന്നത്. ഇത് നിങ്ങൾ അത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. He has spoken all these words. These are not human words. These are all the words of life. And all this has spoken in you, released in you. Receive it and live.
ഇതൊന്നും If ഞാൻ you എൻ്റെ see, ബുദ്ധിയിൽ പറഞ്ഞ കാര്യങ്ങളല്ല, ഇതെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എനിക്കത് വെളിപ്പാടിൽ പറയാൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. I am not speaking robotically or from mental knowledge. All this has been spoken to me. I spoke what the Lord asked me to speak. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ യേശു നിങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആ ആ ആ പൈതലെ നീ എഴുന്നേക്കാൻ പറഞ്ഞതുപോലെ ആ വചനം പറഞ്ഞ കർത്താവ് നിൽക്കുകയാണ്. നിങ്ങൾ എഴുന്നേൽക്കുക. ആ വചനം കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. യേശുയുടെ നാമത്തിൽ കടക്കിൽ എഴുന്നേൽക്കുക. നിങ്ങൾ ഓർഗൻസിൽ നിങ്ങളുടെ ശരീരത്തിന് മേൽ ഇപ്പോൾ തീ ഇറങ്ങട്ടെ. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം, എന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ പിശാച് എന്നെ പരീക്ഷണങ്ങളിലോട്ട് കൊണ്ടുപോവാം. എനിക്ക് ഞാൻ 12-ാം വയസ്സിൽ ഈ സിഗരറ്റ് സ്മോക്കിങ് തുടങ്ങിയത്. എനിക്ക് ഇതുവരെ നിർത്താൻ പറ്റില്ല. നമ്മുടെ മണിച്ചൻ ഇപ്പം സംസാരിക്കുന്ന മാസ്റ്റർ മണിച്ചന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ ബിഗ് ബ്രദറാണ്. എന്റെ എൽവിസ് എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. നമ്മളിപ്പോ ഗ്രൂപ്പിലുണ്ട്, പ്രയർ മീറ്റിങ്ങിലുണ്ട്. എൽവിസന്റെയൊക്കെ 2 ആഴ്ച മുമ്പ് അച്ചാച്ചൻ സിഗരറ്റ് വരി നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. എൽവിസ് എന്നെ കൊണ്ട് എല്ലാവരും എന്റെ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര സിഗരറ്റ് കൊണ്ട് കളയുകയൊക്കെ ചെയ്തു. പക്ഷെ അതങ്ങോട്ട് നിർത്താനും പറ്റുന്നില്ല. പിന്നെ ഈ ഞാൻ ഇതിനു വേണ്ടി ജസ്റ്റ് 2-3 പ്രാവശ്യം സിഗരറ്റ് മേടിക്കാതെ ഒക്കെ ഇരുന്ന് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇന്നാണേലും വലിക്കണ്ട, മേടിക്കുന്നില്ലാന്നൊക്കെ വെച്ചാൽ അന്നേരം ഒരു ഫ്രണ്ട് വന്നൊരു വൈകിട്ട് സിഗരറ്റ് വാങ്ങിട്ടുണ്ട്. അതിനൊക്കെ അത് അങ്ങനെ. പിന്നെ അത് തന്നെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ എനിക്കൊന്ന് ഭയങ്കര കുഞ്ഞുങ്ങളെ ഞാൻ എനിക്ക് എന്നോടൊക്കെ ഭയങ്കര അഗൻസ്റ്റ് ആയിട്ട് അങ്ങനെ ബ്രദർ രക്ഷിക്കപ്പെട്ടാണോ? വൈഫ് സ്നാനപ്പെട്ടാണ്. ബ്രദർ രക്ഷിക്കപ്പെട്ടാണോ? ബ്രദർ രക്ഷിക്കപ്പെട്ടാണോ? ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. എനിക്ക് അല്ലാതെ ദൈവവിശ്വാസം. അല്ല ബ്രദർ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ നിങ്ങൾ എവിടെ ആരാധനയ്ക്ക് പോകുന്നത്? ഞാൻ ഇവിടെ പെന്തിക്കോസ്റ്റൽ ചർച്ചിലൊക്കെയാണ് ഇവിടെ പോകുന്നത്. നാട്ടിൽ ആദ്യം ബ്രദർ ഒരു തീരുമാനം എടുക്കണം. ദൈവത്തെ സേവിക്കണോ അതോ ആദ്യം ഒരു തീരുമാനം എടുക്കണം. യേശുവിനെ സേവിക്കണോ? ആദ്യം അങ്ങനെ തീരുമാനം ബ്രദർ എടുക്കണം. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാമെന്നൊരു തീരുമാനം എടുക്കണം. ഞാൻ ബ്രദർ ആദ്യം ഒരു തീരുമാനം എടുക്കാം. ഞാൻ എവിടെയും ഉറച്ചു നിൽക്കും, യേശുവിന് വേണ്ടി ഉറച്ചു നിൽക്കും തീരുമാനം എടുക്കും. 2, ബ്രദർ ഈ ദിവസങ്ങളിൽ ഒരു നീണ്ട ഉപവാസം പ്രഖ്യാപിക്കും. നീണ്ട ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ ഇപ്പോൾ 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉച്ച വരെയും ദൈവസന്നിധി ഇരിക്കണം. ബ്രദർ ഒരു 2 മണി വരെയും പ്രാർത്ഥനയും ഉപവാസമായിട്ട് ഇരിക്കണം മിനിമം. അതിനുശേഷം ഭക്ഷണം കഴിക്കാവുള്ളൂ. അങ്ങനെ നിങ്ങളൊരു 21 ദിവസം 40 ദിവസമൊക്കെ ഇരിക്കണം. ഈ സഹോദരി എഴുന്നേൽപ്പിക്കാതെ എനിക്ക് ഡെലിവറൻസ് കാണാതെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല. എനിക്ക് ഡെലിവറൻസ് കിട്ടുന്നു അന്നേ ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ദിവസം ഇരിക്കുക. പരിശുദ്ധാത്മാവായിട്ട് നിങ്ങൾ ബന്ധത്തിലോ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയാം, എന്നെ പരിശുദ്ധാത്മാവ് കണ്ടു. നമ്മുടെ മനുഷ്യ ബുദ്ധിയിൽ നമുക്ക് മദ്യപാനോ സിഗരറ്റിലോ നിർത്താൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വേണം നമ്മളെ സഹായിക്കുവാൻ. നിങ്ങൾ പരിശുദ്ധാത്മാവായിട്ട് ഇൻറ്റിമസിയിലിരിക്കുക. നിങ്ങളുടെ എല്ലാ ബുദ്ധികളാണ്, നിങ്ങളുടെ എല്ലാ ബുദ്ധിമണ്ഡലങ്ങളും ശൂന്യമാക്കി കളഞ്ഞിട്ട്, നിങ്ങളെല്ലാ അറിവും ശൂന്യമാക്കി കളഞ്ഞിട്ട്, എല്ലാ നെഗറ്റീവും നമ്മൾ കളഞ്ഞിട്ട് നിങ്ങൾ ദൈവവചനമായിട്ട് ദൈവസന്നിധി ഇരിക്കണം. നിങ്ങൾ ഇരിക്കണം, ദൈവവചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാ കൂട്ടുകെട്ടുകളും മാറ്റിവെച്ചിട്ട്, എല്ലാ ലോകപരമായ എല്ലാ കാര്യങ്ങളും അടച്ചു വെച്ചിട്ട്, എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ നീണ്ടൊരു ഉപവാസം, ഞാൻ പറഞ്ഞത് വലിയ കഠിന ഉപവാസമല്ല പറയുന്നത്. നിങ്ങൾ ദിവസം രാവിലെ മുതൽ ഒരു 2 മണി 3 മണി വരെ 4 മണി വരെ നിങ്ങൾ ഇരിക്കണം. എന്നും ഒരു 21 ദിവസം 40 ദിവസം നിങ്ങൾ ചെയ്തേ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ പോക്കോ, പക്ഷെ എന്നാലും നിങ്ങൾ അത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെങ്കിൽ തീരുമാനമെടുത്ത് എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമില്ല, നിങ്ങളൊന്നും ചെയ്യും. നിങ്ങൾ തീരുമാനം എടുക്കും ദിവസം കർത്താവ് ഞാനത് ചെയ്യും, ഞാൻ സാക്ഷിയായി തീരും. ഞാൻ ആദ്യം കർത്താവിനോട് വെക്കണം, കർത്താവിനൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കണം. ആദ്യം നമ്മളതിന് തീരുമാനം എടുക്കണം ദൈവസന്നിധിയിൽ. ബാക്കി കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. മനുഷ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ആദ്യം നമ്മൾ തീരുമാനം എടുക്കണം ദൈവസന്നിധിയിൽ. ഞാൻ ഇന്നതുപോലെ ചെയ്യും. എന്റെ വൈഫിനെ എഴുന്നേറ്റ് അത് ദൈവസന്നിധി ഇരിക്കണം ബ്രദറെ. രാവിലെ തൊട്ട് ഉച്ചവരെയിൽ ഇരിക്കണം. നമ്മൾ ദൈവസന്നിധി ഇരിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഓടി നടന്ന് അങ്ങനെ വെക്കുന്ന കാര്യങ്ങൾ? നമ്മുടെ ദിവസം ഇരിക്കണം. നമ്മൾ അതിനുവേണ്ടി കമ്മിറ്റ്മെന്റ്, നമ്മളതിനു വേണ്ടി നമ്മളെ മരണത്യാഗം ചെയ്യണമെന്ന് ദൈവത്തിന് വചനം പറയുന്നത്. പാപത്തോട് എതിർക്കുന്ന മരണത്യാഗം ചെയ്യണമെന്ന് ദൈവത്തിന് വചനം പറയുന്നത്. പാപമായിട്ട് നമ്മൾ എതിർത്തുന്നേ പറ്റുന്നത്. പിശാചിനെ എതിർത്തുന്നെങ്കിലേ നിങ്ങളെ വിട്ടുപോകത്തുള്ളൂ, പിശാച് വിട്ടുപോകത്തുള്ളൂ. ബാക്കി പയ്യെ പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിയ ചെയ്ത് മാനസാന്തരപ്പെട്ട് ഇതിൻ്റെ അകത്തൊരു ഡിവോഴ്സ് ദൈവം തരും നമുക്ക്. എന്നാ പിന്നെ പാസ്റ്റർ ആയിക്കോട്ടെ. പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം Thank you so much. പാസ്റ്റർ, താങ്ക് യു. അവസരത്തിനായി നന്ദി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.